നടക്കത്തില്ല. കൈ പൊള്ളിയില്ലേ? കൈ പൊള്ളി. ഓ, ഇതാണ് മറ്റേ ഞാൻ പറഞ്ഞ വെറൈറ്റി പുളിമുളം. മെല്ലെ മെല്ലെ മുഖപടു. ഹലോ മാഡം, എന്താ പരിപാടി? നല്ല മഴയൊക്കെ അല്ലേ, ഞാൻ വിചാരിച്ച് കുറച്ച് പുഴുക്കൊക്കെ റെഡിയാക്കാന്ന്. ആ, നല്ല ചേമ്പും ചീനിയും കാച്ചിലൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കിന്ന് അടിപൊളിയായിട്ട് കഴിക്കാം. നല്ല മുളക് പുളിമുളകും ഉണ്ട്. ഓക്കെ, ഇന്ന് നമ്മുടെ ചേച്ചിയുടെ കടയിൽ നിന്ന് ഇഷ്ടപ്പെട്ട എടുത്തത് ഒരാൾ കാന്താരി മുളകുള്ള നല്ല പുളിമുളകും വേണമെന്നും പറഞ്ഞു. എന്നാൽ ഈ മുളകുണ്ടല്ലോ, ഈ മുളക് നല്ല അയലക്കറിയിലും നല്ല നെത്തോലിയിലൊക്കെ ഇട്ട് വെക്കണം. നല്ല ടേസ്റ്റാണ്, ഭയങ്കര മണമുള്ള മുളകാണ്. ഇന്നേ വെറൈറ്റി പുളിമുളകാണ്. ഇതും നമ്മുടെ കാന്താരിയും ഇതും കൂടെ ഇട്ട് നല്ലൊരു പുളിമുളകും, തക്കാളിയും സവാളയും പിന്നെ നമ്മുടെ ഈ മണമുള്ള മുളകും കൂടെ ചേർക്കാം. അടിപൊളിയാണ്. അടിപൊളിയായിട്ട് പിന്നെ വേവാതെ ഇതിപ്പോ ഏതെടുക്കൂടെ? ചെറുതൊന്നുമില്ല, ചൂട് നടക്കത്തില്ല. കൈ പൊള്ളിയില്ലേ? കൈ പൊള്ളി. ആ, പെട്ടെന്ന് വാ കഴിക്കാം. തൊലിക്കുന്നേ ഉള്ള. കഴിഞ്ഞ് വിശപ്പ് തുടങ്ങിയില്ലേ? ഹൈ റെഡിയായി. അടിപൊളി. ഓ, ഇതാണ് മറ്റേ ഞാൻ പറഞ്ഞ വെറൈറ്റി പുളിമുളം, തക്കാളി പുളിമുളം. നല്ല കാന്താരിയും ചെറിയ ഉള്ളിയും ഒക്കെ ചേർത്ത് അടിപൊളിയാണ്. അടിപൊളിയായിരിക്കും. കട്ടൻ ചായയും കൂടെ ഉണ്ടേ. ഇന്ന് നമ്മൾ പുളി ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ നോക്കാം. എങ്ങനെയുണ്ട്? നീ ചോദിക്കാനും വേണ്ട, സംഭവം അടിപൊളിയാ. പുളിമുളക് എങ്ങനെയുണ്ട്? തക്കാളി സൂപ്പർ. നല്ല ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പർ.